ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മളിന്ന് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ആക്ച്വലി ഞാൻ 2 പൈൽ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ പൈൽ പിങ്ക് റോസ് കോഡ്സ് ആണ്. ഓക്കെ, പിങ്ക് കളർ. ആൻഡ് സെക്കൻഡ് പൈൽ ഗ്രീൻ അവെഞ്ചുറിൻ ആണ്. ഓക്കെ, 2 പൈലുണ്ട്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് ലേശം ഒന്ന് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ ലൈഫിൽ അനുഗ്രഹങ്ങൾ ഓക്കെ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എന്ത് അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? ഞാനത് 2-3 ഡെക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അതൊന്ന് എടുത്തു വെച്ചാൽ പിന്നെ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാൻ നേരെ. ഓക്കെ, അപ്പോൾ ഒരുപാട് നീണ്ടു പോവില്ല, അതുകൊണ്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതൊക്കെ ഗൈഡൻസ് ആണ്, ഇത് മാത്രം ടാരോ. നമുക്ക് മേജർ ആർക്കാനാണ്. അതിൽ നിന്ന് നമുക്ക് ആദ്യം എന്താണ് മേജർ ഈവൻറ്റ് നിങ്ങളുടെ ലൈഫിൽ, അതായത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഈവൻറ്റ് നിങ്ങളുടെ ലൈഫിൽ എന്താ നടക്കുന്നത് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് ബാക്കി ഗൈഡൻസ് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് പൈലിലേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് പൈൽ റോസ് കോഡ്സ് ചൂസ് ചെയ്തവർക്ക് എംപ്രസ് ആൻഡ് ഹെർമിറ്റ് ആണ്. ആക്ച്വലി എംപ്രസ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ നിങ്ങളുടെ ഒരു പവറിൻ്റെ കാര്യം പറയും. അതായത് നിങ്ങളുടെ ഒരു ഗ്രോത്ത്, നിങ്ങളുടെ ഒരു അബൻഡൻസ്, നിങ്ങളുടെ ഒരു പൊസിഷൻ എന്ന് പറയാം. ചിലവർക്ക് കമ്പനിയിലൊക്കെ ഹയർ പൊസിഷൻ എന്ന രീതിക്ക് പറയാം നമുക്ക്. ഓക്കെ, ഒരു പ്രൊമോഷൻ കിട്ടുന്നതായിട്ട് നമുക്ക് പറയാം. ജോലിയിൽ നല്ലൊരു കരിയർ നിങ്ങൾക്ക് വരുന്നതായിട്ട് പറയാം. ചിലവർക്ക് മാരേജ് നടക്കുന്നതായിട്ട്, ഓക്കെ, ചിലവർക്ക് ഈവൻ മാരേജ് നടക്കുന്നു എന്ന് പറയാം. ആക്ച്വലി ഈ പിക്ചറിൽ എനിക്കധികം ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റില്ല, പക്ഷെ ഇതൊരു പ്രഗ്നൻസിയുടെ ഇതുണ്ട് ഇതിൽ കേട്ടോ. ഓക്കെ, പ്രഗ്നൻസിയുടെ കാര്യം കൂടിയുണ്ട്. സോ ചിലവർക്ക് എംപ്രസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വൈഫ് എന്ന രീതിയിൽ നമ്മളെടുക്കും. വൈഫ്, ഹസ്ബൻഡ് ആയാലും ശരി, നിങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടാവാനുള്ള സാധ്യതയായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ വീട്ടിലൊരു മേ ബി വൈഫ് പ്രഗ്നൻ്റ് ആവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി വരാം. ലേഡീസ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത, ഒരു കുട്ടി ജനിക്കാനുള്ള സാധ്യത എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങുന്ന കാര്യവും പറയാം. പ്രഗ്നൻസി എന്ന ബർത്ത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളതിനെ വേറെ രീതിയിൽ എടുക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾ തുടങ്ങുന്ന കാര്യം, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ലത് വരും. ആക്ച്വലി ചില ഡ്രീംസിലൊക്കെ, സ്വപ്നത്തിലൊക്കെ നിങ്ങൾ പ്രഗ്നൻസി കാണുന്നുണ്ടെങ്കിൽ ചിലവർ ചോദിക്കാറുണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആവും എന്നാണോ? അപ്പോൾ അല്ല, പ്രഗ്നൻ്റ് ആവും എന്ന് ആവാം, യെസ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സ്വപ്നത്തിലൊക്കെ നമ്മൾ അങ്ങനെ കാണുമ്പോൾ അത് കാണിക്കുന്നത് നമ്മുടെ ലൈഫിലൊരു പുതിയ തുടക്കം വരാൻ പോകുന്നതിൻ്റെ കാര്യമാണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഗിവ് ബർത്ത് കൊടുക്കും എന്ന രീതിയിൽ, അതായത് നമ്മൾ പ്രസവിക്കും എന്നല്ല, ഒരു കാര്യം പുതിയതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് പറയും. ഓക്കെ, നിങ്ങളൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പവർഫുൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു പൊസിഷൻ ഉണ്ട്, നിങ്ങളുടെ സ്വയം ഒരു നമ്മൾ പറയില്ലേ ഒരു എന്താ പറയുക, നിങ്ങളൊരു കാണുമ്പോൾ തന്നെ, മറ്റുള്ളവരെ കാണുമ്പോൾ തന്നെ നിങ്ങളെ റെസ്പെക്റ്റ് തോന്നും. ഓക്കെ, അത്തരത്തിലൊരു പെരുമാറ്റമായിരിക്കാം നിങ്ങളുടെ. വളരെ കെയറിങ് നേച്ചർ ആയിരിക്കാം, മറ്റുള്ളവരെ കെയർ ചെയ്യുന്ന നേച്ചർ. ഈവൻ ജെൻസ് ആയാലും ഓക്കെ, നിങ്ങൾ വളരെ കെയറിങ് നേച്ചർ ആയിരിക്കും. ആൻഡ് നിങ്ങൾക്കൊരു അതോറിറ്റി ഫീൽ ചെയ്യും. നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്ന് കാണുന്നവർക്ക് തന്നെ ഒരു തോന്നും. ഓക്കെ, അങ്ങനെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആയി വരും എന്നും പറയാം. ഓക്കെ, നിങ്ങൾ അങ്ങനെ ആയി വരും. നിങ്ങൾ ഒരു ചിലവർക്ക് മാരേജ് നടക്കുമെന്ന് പറയാം, ചിലവർക്ക് പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞു, ചിലവർക്ക് കമ്പനിയിൽ പൊസിഷനിൽ ഗ്രോത്ത്, നിങ്ങളുടെ ജോലിയിൽ കരിയറിൽ ഒരു ഗ്രോത്ത്, അങ്ങനെ ആ രീതിക്കൊക്കെ നമുക്ക് പറയാം. 2-3 കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയാം. ഓക്കെ, അതാണ് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ്. ചിലപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കാം നിങ്ങളുടെ ബ്ലെസ്സിങ്. മാരേജ് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കാം. ഓക്കെ, ചിലവർക്ക് ഇവിടെ കമ്പനിയിൽ അല്ലെങ്കിൽ ഗ്രോത്ത് ആ രീതിക്കും പറയാം നമുക്ക്. ആൻഡ് ഹെർമിറ്റ് ഉണ്ട്. ലേശം മേ ബി നിങ്ങളുടെ ഗ്രോത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടും എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. അതായത് നിങ്ങൾ മെഡിറ്റേഷൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ, അവനവനിലേക്ക് ഒന്ന് നോക്കുക. ഓക്കെ, അവനവനെ നിങ്ങളൊന്ന് ബെറ്റർ ആക്കാൻ ശ്രമിക്കാം. ഓക്കെ, അവനവനെ എന്താ പറയുക, അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക. എന്താണ് എന്നിൽ, എന്തൊക്കെയാണ് ഞാൻ മാറ്റങ്ങൾ വരുത്തേണ്ടത്, ആ രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കാണുന്നത്. ചിലവർക്ക് യെസ്, നിങ്ങൾ മെഡിറ്റേഷൻ ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കിടക്കുന്നുണ്ടെങ്കിൽ സ്പിരിച്വൽ കണക്ഷൻസ് നിങ്ങൾക്ക് അനുഗ്രഹം, അതൊരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, സ്പിരിച്വൽ നിങ്ങൾ കൂടുതലാവുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ചില ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരും. ദൈവത്തിൻ്റെ, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടാവും. നിങ്ങൾ അവനവനെ തന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന കൂടിയായിരിക്കാം. സോ അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുമെന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, ബ്ലെസ്സിങ്സ് അപ്പോൾ ഇതൊക്കെയാണ്. ചിലവർക്ക് മേ ബി നിങ്ങളുടെ ലൈഫിൽ ചില പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് അതിനുശേഷം നിങ്ങളിങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് പോയതായിരിക്കാം. ഓക്കെ, ഇപ്പോൾ അതിൽ നിന്ന് പുറത്തു വന്ന് മേ ബി നിങ്ങൾക്ക് ആ ഒരു ഗ്രോത്ത് കാണുന്ന ഒരു പീരീഡ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇതിൽ നോക്കാം. ട്രാൻസ്ഫോർമേഷൻ, ഇല്ലുമിനേഷൻ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിലൊരു മാറ്റം, സാധാരണ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം, നിങ്ങൾ മുമ്പ് മേ ബി വളരെ ഇമോഷണൽ പേഴ്സൺ ആയിരുന്നിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ഒരു
കഴിവുകൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ മേ ബി അത് റിയലൈസ് ചെയ്ത്, ഓക്കെ, ഹെർമിറ്റ് മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ബട്ടർഫ്ലൈ കുക്കുണ്ടുള്ളിൽ പോകണമായിട്ട് നമുക്ക് കണക്കാക്കാം അല്ലേ. നമ്മൾ ഒരു കുക്കുണ്ടുള്ളിൽ പോയിരുന്ന് ആദ്യം ഇടയിൽ കുറച്ച് കാലം നിങ്ങൾ അങ്ങനെ ആയിരുന്നിരിക്കുക, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഇങ്ങനെ ആണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഈ ഒരു ലെവലിലാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ വരും എന്ന് പറയാം. ഓക്കെ, നിങ്ങളിൽ മാറ്റം വരും. നിങ്ങളെ കുറെ കൂടി ഇനി ബോൾഡായിട്ട് ലൈഫിനെ ഫേസ് ചെയ്യാനും നിങ്ങളുടെ ഒരു മാറ്റം നിങ്ങൾ തന്നെ കൊണ്ടുവരുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് പറയാം. ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയാണ്. എനിക്ക് എന്തൊക്കെയാണ് കഴിവുള്ളത്, അത് വളരെ കുറവായിരിക്കാം, ഓക്കെ, വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, ബട്ട് എന്നാലും നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതായിട്ട്. ആൻഡ് ഇലൂമിനേഷൻ എന്ന് പറയുന്നുണ്ട്, മേ ബി നിങ്ങൾ ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും എന്ന രീതിയിൽ പറയാം. അതിപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ മേ ബി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തിരിച്ചറിയുക. അതായത് ചിലവർ നിങ്ങൾക്ക് ആരാ നല്ലത്, ആരാ നിങ്ങളുടെ ലൈഫിൽ നന്നല്ലാത്തത്, എന്തിലാണ് നിങ്ങൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് നെക്സ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളുടെ ഒരു റിയലൈസേഷൻ വരിക അല്ലേ. അപ്പം തെളിഞ്ഞ് നമ്മൾ മനസ്സിലാക്കുക എന്ന രീതിക്ക് എടുക്കാം. യൂണിവേഴ്സ് കാണിച്ചു തരുന്നതായിരിക്കാം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഒരു ഇല്യൂമിനേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, നിങ്ങളുടെ ലൈഫ് മാറാൻ പോകുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് കുട്ടികളുടെ ബർത്ത് എന്ന് പറഞ്ഞാലും അല്ല, നിങ്ങളുടെ ലൈഫ് മാറാൻ പോകണം. മാരേജ് എന്ന് പറഞ്ഞാൽ യെസ്, നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുന്ന സംഭവമാണ്. അപ്പോൾ ഒരു ചേഞ്ചിൻ്റെ സമയമാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ. ക്ലൗഡ്സ് ബ്രൈറ്റ്ലി ഷൈൻ, strung in precision, life will be fine with firm decision, beware of clouds misty and obscure, life cloaked in darkness is hard to endure. Okay, ഞാൻ ഒന്ന് വായിച്ചിട്ട് പറയാം. As charming woman with flowers in hand, as with a gentleman her cards will command, the fortunes revealed once the cards have been placed, unveil the fate that destiny is traced. Okay, lilies are white, green leaves surround, the outlook is bright and passion will abound. When this card rests higher, it means good disposition. Card resting lower. Okay, പോട്ടെ. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ബ്ലെസ്സിങ് വരുന്നു എന്ന് തന്നെയാണ്. ചില കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നത് ക്ലൗഡ്സ് മാറിയിട്ട് ഒരു സൺലൈറ്റ് വരുന്നു, ഇലുമിനേഷൻ അല്ലേ, നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നു എന്ന രീതിയിലാണ്. എന്തെങ്കിലും കാര്യങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, ഡാർക്ക് ക്ലൗഡ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഇതിലും ചില കാര്യങ്ങൾ നമുക്കിനിയും ചിലപ്പോൾ തെളിഞ്ഞ് വരാനുണ്ടാവും കുറച്ചുകൂടി. അപ്പോൾ ആ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുക. കാരണം ആ ഡാർക്ക് ക്ലൗഡ്സ് എന്ന് വെച്ചാൽ ഒന്ന് നെഗറ്റിവിറ്റിയും പറയാം, നിങ്ങളുടെ മനസ്സിൽ പേടികൾ അല്ലെങ്കിൽ ടെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളും പറയാം. നമുക്ക് ആ കാര്യങ്ങളെ വ്യക്തമായിട്ട് നിങ്ങളെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നെഗറ്റീവ് ആവാതിരിക്കുക. ഓക്കെ, പോസിറ്റീവായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യാം. ഓക്കെ, മനസ്സിൽ അങ്ങനെ ഒരു ടെൻഷനോ സങ്കടമോ സ്ട്രെസ്സോ ഒക്കെ വരുമ്പോൾ, ഡാർക്ക്നെസ് വരുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാം. ഓക്കെ, കാരണം അത് വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. സോ അതിനെ മെല്ലെ മെല്ലെ നിങ്ങൾ പോസിറ്റീവാക്കി മാറ്റിക്കൊണ്ടുവരിക. ആൻഡ് കാര്യങ്ങളെല്ലാം നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കുക എന്ന് തന്നെയാണ്. സെയിം കാർഡ്സ് ആണ് ഇവിടെ, ക്ലൗഡ്സ് ആണ്. ഓക്കെ, ആൻഡ് ലിലീസ് ആർ വൈറ്റ്. ഓക്കെ, നിങ്ങളോട് പറയുന്ന നിങ്ങൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു, സന്തോഷം വരുന്നു എന്ന രീതിക്കാണ്. ബ്രൈറ്റ് ആൻഡ് പാഷൻ, ഔട്ട്ലുക്ക് ഇസ് ബ്രൈറ്റ് ആൻഡ് പാഷൻ വിൽ അബൗണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെല്ലാ കാര്യങ്ങളും ഓക്കെ, നിങ്ങളൊരു ഇൻട്രസ്റ്റോടെ, നിങ്ങൾ സന്തോഷത്തോടെ, ഒരു പാഷനോടെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങും എന്ന രീതിക്കാണോ പറയുന്നത്. ഓക്കെ, നല്ലത് വരുന്നു നിങ്ങളുടെ ലൈഫിൽ എന്നാണ്, മാറ്റങ്ങൾ വരുന്നു ആൻഡ് നല്ലത് വരുന്നു. ആൻഡ് ഇവിടെ ചാമിങ് വുമൺ വിത്ത് ഫ്ലവേഴ്സ്, ആക്ച്വലി ഈ ലേഡി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എംപ്രസിനെ റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം അല്ലേ. സെയിം കാർഡാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് ആക്ച്വലി യെസ് ഇങ്ങനെ നമുക്ക് ഡബിൾ കൺഫർമേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒന്ന് ജെന്റിൽമാൻ വിൽ, എല്ലാവരെയും മുമ്പിൽ നിങ്ങളൊരു അറ്റൻഷൻ കമാൻഡ് ചെയ്യും. അതന്നെയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ റെസ്പെക്റ്റ് കമാൻഡ് ചെയ്യും എന്ന് വെച്ചാൽ നിങ്ങളെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് അത് ലേഡീസ് ആവണമെന്നില്ല, ഈവൻ ജെൻസ് ആയാലും നിങ്ങൾ എംപ്രർ എന്ന രീതിക്ക് എടുത്തോളൂ. ഓക്കെ, അതായത് നിങ്ങളെ കാണുമ്പോൾ തന്നെ നിങ്ങളോട് റെസ്പെക്റ്റ് ആൾക്കാർക്ക് ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടും. ഓക്കെ, ജോലിയിലെ കരിയറിലൊക്കെ നിങ്ങൾക്ക് ഗ്രോത്ത് വരും. ഓക്കെ, അല്ല ഇപ്പോൾ മാരേജ് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, ചിലവർക്ക് മാരേജ് വരുന്ന കാര്യമായിരിക്കാം. നിങ്ങൾ ജെൻസ് വാച്ചിങ് ആണെങ്കിൽ നിങ്ങളൊരു മാരേജ് നിങ്ങൾ ചെയ്യുമെന്ന ലേഡി വരും നിങ്ങളുടെ ലൈഫിൽ എന്ന് എടുക്കാം, അങ്ങനെ എടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ യെസ് നമ്മൾ പോസിറ്റീവ് ഒരു ഫോർച്യൂൺ റിവീൽഡ്, നിങ്ങൾക്ക് അതിനെ പറഞ്ഞ ഗ്രോത്ത്. ഓക്കെ, നിങ്ങളുടെ ഒരു അബൻഡൻസ് നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. സോ വെരി പോസിറ്റീവ്. ആക്ച്വലി നിങ്ങൾക്ക് നല്ല ബ്ലെസ്സിങ് യൂണിവേഴ്സ് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ ഗുഡ്. ഓക്കെ, ഫസ്റ്റ് പൈൽ ഇതായിരുന്നു. നമുക്ക് സെക്കൻഡ് പൈലിലേക്ക് പോവാം. ഓക്കെ, സെക്കൻഡ് പൈൽ ഗ്രീൻ അവെഞ്ചുറിയൻ ചൂസ് ചെയ്തവർക്ക്. ഓക്കെ, ലെറ്റ്സ് സീ. ഓ, ടെമ്പറൻസ് ആൻഡ് ജഡ്ജ്മെൻറ്റ് രണ്ടും. വാവ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളടുത്ത് നമ്മൾ ജസ്റ്റിസ് കാർഡ് പറയുന്ന പോലെയാണ്, ന്യായമല്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അതായത്
നിങ്ങൾക്ക് ന്യായമായത് കിട്ടിയിട്ടില്ല. അത് പണത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, വീട്ടിലെന്തെങ്കിലും സ്വത്തിൻ്റെ കാര്യത്തിലായിരിക്കാം, റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തതിനൊന്നും ഫലം കിട്ടിയിട്ടില്ല, നിങ്ങളെ ആരും റെസ്പെക്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് കിട്ടേണ്ടത് പോലും തന്നിട്ടില്ല. ഓക്കെ, അതുപോലും നിങ്ങളുടെ അടുത്ത് തട്ടിമാറി പോയിട്ടുണ്ടാവാം. ഓക്കെ, വേറെ ഇപ്പം നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടാതെ വേറെ ആർക്കെങ്കിലും ഒക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ പലതും നിങ്ങളുടെ അടുത്ത് ഇൻജസ്റ്റിസ് നടന്നിട്ടുണ്ട് ലൈഫിൽ. ഓക്കെ, പലതരത്തിലാവാം. ഓക്കെ, നിങ്ങളുടെ അടുത്ത് യെസ് ഒരു ബാലൻസ് പക്ഷെ ഇനി വരുന്നു എന്നാണ് പറയുന്നത്. ജഡ്ജ്മെന്റ് വരുന്നു. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇതിലെല്ലാം മാറ്റം. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ്, മേ ബി നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്യുന്നതായിരിക്കാം. ഇത് നിങ്ങളുടെ ഉള്ളിലെ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ നിങ്ങൾ ബാലൻസിൽ കൊണ്ടുവരികയാണ്. ഓക്കെ, അതായത് നിങ്ങൾ ഒരുപാട് ഇമോഷണലും അല്ല പ്രാക്ടിക്കലും അല്ല എന്ന് വെച്ചാൽ ഒരു ബാലൻസിൽ നിങ്ങൾ നിൽക്കാൻ തുടങ്ങും എന്ന രീതിക്ക് പറയാം. ഓക്കെ, ഇത് അവനവനെ ബാലൻസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓവർ ഇമോഷണൽ ആയിക്കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, നല്ലൊരു കൂട്ട് റിപ്പീറ്റ് ചെയ്യുന്നു, ഓവർ ഇമോഷണൽ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, പ്രാക്ടിക്കലായിട്ടും നമുക്ക് ഒരുപാട് എപ്പോഴും അങ്ങനെ ഒരുപാട് പ്രാക്ടിക്കൽ ആവാനും സാധിക്കില്ല. സോ രണ്ടും നമുക്ക് ലൈഫിൽ ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ എന്ന് വെച്ചാൽ ഓവർ നമ്മൾ സന്തോഷിക്കില്ല, ഓവർ സങ്കടവും ഇല്ല എന്ന് പറഞ്ഞ പോലെ അവനവനെ നമ്മളൊന്ന് എല്ലാ കാര്യങ്ങളെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ റിയാലിറ്റീസ് മനസ്സിലാക്കി നമ്മൾ എവിടെ എന്ത് വേണോ അതിനനുസരിച്ച് നമ്മൾ ഡീൽ ചെയ്ത് കൊണ്ടുപോകുക എന്ന രീതിക്കാണ് പറയാം. നമ്മളുടെ ഉള്ളിലെ മാസ്കുലൈൻ ആൻഡ് ഫെമിനൈൻ നമ്മൾ ബാലൻസ് ചെയ്യുന്നതായിട്ടാണ് പറയാം. ഓക്കെ, ആ ഒരു ബാലൻസ് നിങ്ങളിൽ വരുന്നു എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മേ ബി നിങ്ങൾ അതിന് വേണ്ടി എവിടെയോ എനിക്കൊരു മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന രീതിക്ക് തോന്നുന്നുണ്ട്. മേ ബി അങ്ങനെയൊക്കെ ആയിരിക്കാം. അല്ലാത്തവർക്ക് യൂണിവേഴ്സായിട്ട് ഓക്കെ മേ ബി ന്യായം ചെയ്യുന്നു എന്ന് പറയാം. യൂണിവേഴ്സ് നിങ്ങളോട് ന്യായം ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ അടുത്ത് നടന്ന തെറ്റുകൾ, ഓക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുക, തെറ്റായ എന്താ പറയുക നിങ്ങൾ ചെയ്യാത്തതിന് പോലും നിങ്ങളെ കുറ്റപ്പെടുത്താം, അല്ലെങ്കിൽ അർഹിക്കുന്നത് നിങ്ങൾക്ക് കിട്ടാതിരിക്കുക, അങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് സംഭവം ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എവിടേക്കോ നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ട അവിടെ റിയാക്ട് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, ആൻഡ് ഇമോഷണൽ കാണിക്കേണ്ട അവിടെ ഇമോഷൻസ് കാണിക്കണം. ഓക്കെ, പ്രാക്ടിക്കൽ ആവേണ്ട അവിടെ നമ്മൾ പ്രാക്ടിക്കൽ ആവണം. തീരുമാനങ്ങൾ ചിലപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ടൊക്കെ എടുക്കേണ്ടി വരും അല്ലേ. ആ സമയത്ത് നമ്മുടെ ഒരു മാസ്കുലൈനും ഫെമിനൈനും എനിവേ ബാലൻസ് വേണം എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇവിടെ ജഡ്ജ്മെന്റ് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ നല്ലത് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നല്ലത് യൂണിവേഴ്സ് തരും. ഓക്കെ, എന്ത് നിങ്ങൾ ചെയ്തതിൻ്റെയൊക്കെ നല്ല ഗുണം നിങ്ങൾക്ക് വരുന്നു എന്ന് പറയാം. കർമ്മയുടെ കാര്യം പറയാം. ഓക്കെ, അതായത് നിങ്ങളുടെ നല്ല കർമ്മയുടെ ഇഫക്റ്റായിട്ട് നമുക്ക് റിസൾട്ടായിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു എന്ന് പറയാം. ഓക്കെ, അതാണ് നിങ്ങളുടെ ബ്ലെസ്സിങ് വരുന്നത്. ഞാൻ ഇത് നോക്കാം. ഓക്കെ, സക്സസ് വരുന്നുണ്ട്. യെസ്, സക്സസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സക്സസ് വരുന്നു. ജഡ്ജ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, യൂണിവേഴ്സ് നിങ്ങൾക്ക് സക്സസിനെ തരുന്നുണ്ട്. ഓക്കെ, അതായത് ഇതുവരെ നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് തോൽവിയായിരുന്നു. നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ലാതെ പോലും നിങ്ങൾ കുറ്റപ്പെടുത്തൽ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടേണ്ടത് പോലും തട്ടിമാറ്റി മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ രീതിക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ് കൊണ്ടുവരുന്നു എന്ന് പറയാം. ആൻഡ് ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയാം നമുക്ക്. അതായത് നിങ്ങളിങ്ങനെ മേ ബി ഇതാണ് ഞാൻ ബാലൻസ് പറഞ്ഞത്. അതായത് നിങ്ങൾ ഇമോഷണലും ആവുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാതെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഇമോഷണൽ ആവുന്നില്ല. ഓക്കെ, കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓവറായിട്ട് സന്തോഷിക്കുന്നുമില്ല. ആ ഒരു ബാലൻസ് നിങ്ങളിൽ വരുമ്പോൾ, അതായത് നമ്മൾ പൂർണ്ണമായിട്ട് യൂണിവേഴ്സ് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. ജഡ്ജ്മെന്റ് യൂണിവേഴ്സ് ചെയ്തോളും എന്നുള്ളൊരു ട്രസ്റ്റാണ്. ഓക്കെ, എനിക്ക് നല്ലത് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്നതിന് റിസൾട്ട് യൂണിവേഴ്സ് തന്നോളും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മേ ബി നിങ്ങൾ ഗോ വിത്ത് ഫ്ലോ എന്ന് വെച്ചാൽ എങ്ങനെ നടക്കുന്നോ അത് നടന്നോട്ടെ എന്ന രീതിക്ക് നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങൾ കാര്യങ്ങളെ മുന്നോട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം അതിനെയാണ് നമ്മൾ പറയാം ഗോ വിത്ത് ഫ്ലോ എന്ന്. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുക. ഓൾറെഡി നിങ്ങൾ അങ്ങനെ ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ആയി വരിക. ആൻഡ് ഫോക്കസ് യെസ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്തു കൊണ്ടുപോവുക. നിങ്ങൾക്ക് എന്താണോ ലൈഫിൽ നമ്മൾ പറയില്ലേ കർമ്മ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളുടെ കടമകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ജോലികൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക, കടമ ചെയ്യുക. ഓക്കെ, അതിലൊരിക്കലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അതിനും റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കണ്ട നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് ആ ഒരു ഫോക്കസോടെ നിങ്ങളുടെ ഒരു നമ്മൾ അല്ലെങ്കിൽ നിങ്ങളൊരു ഗോൾ തീരുമാനിക്കുക. ആ ഗോളിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ഫോക്കസ് കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, ആൻഡ് ഗോ വിത്ത് ദ ഫ്ലോ. കുറേയൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. യൂണിവേഴ്സിന് അത് നമ്മൾ ഈ ഫോക്കസ് വെച്ച് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ്, യൂണിവേഴ്സ് എല്ലാം നമ്മൾക്ക് കിട്ടേണ്ട അർഹിക്കുന്നത് നമുക്ക് തരും. ഓക്കെ, അപ്പം നമ്മളതിന് കുറേയൊക്കെ നമ്മൾ സറണ്ടർ ചെയ്യുക. അപ്പം നിങ്ങൾ ആ ഒരു സറണ്ടറിങ് മോഡിലായിരിക്കാം ഇപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് എത്താൻ ശ്രമിക്കുക. ഓക്കെ, മെഡിറ്റേഷനോ കാര്യങ്ങളൊക്കെ ചെയ്ത് സറണ്ടറിങ് അതിലേക്ക് വരാൻ നോക്കുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒന്നും നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്ത് ഫോക്കസ് ചെയ്യുക, അങ്ങനെ എന്താ പറയുക കൺട്രോൾ ചെയ്ത് പ്രഷർ ചെയ്ത് നമ്മൾ എന്തെങ്കിലും വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതിനേക്കാളും നല്ലത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. എൻ്റെ നല്ലത് എൻ്റെ നന്മ യൂണിവേഴ്സിന് അറിയാം. ജഡ്ജ്മെന്റ് യൂണിവേഴ്സ് ചെയ്തോളും.
ഞാൻ എൻ്റെ പ്രവൃത്തി എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു പോയാൽ മതി, യൂണിവേഴ്സ് എനിക്ക് തരാനുള്ളത് തന്നോളും എന്ന് നിങ്ങളൊരു ബാലൻസിലെത്തിക്കഴിഞ്ഞാൽ യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് തരും എന്ന രീതിക്ക് പറയാം. ഓക്കെ, ആൻഡ് അതാണ് നിങ്ങളുടെ ബ്ലെസ്സിങ് വരുന്നത്. മേ ബി നിങ്ങൾ അങ്ങനെ എത്തിയിട്ടുണ്ടാവാം ഓൾറെഡി. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്യുന്നത് യെസ് വളരെ നല്ല കാര്യം. ആൻഡ് ഇതെന്താണ്? The robber mice take your treasure inside the house. They steal with pleasure. Hopes not foregone when this card is near. Once the mice are gone, you regain what is dear. Okay. The surprise letter from place remote brings good news from a friend who wrote. If the words portend a stormy sky, sadness will soon. Okay, no problem. The sky cuts bare. Danger stalks too. Of strangers beware, they can harm you if nearby cards hold favorable view. Okay, ആക്ച്വലി കാർഡ്സ് ഫേവറബിൾ തന്നെയാണ് നമുക്ക്. ഓക്കെ, നമുക്ക് ഇവിടെ പറയുന്നത് ചില വെട്ടിമാറ്റൽ ആവശ്യമാണെന്നാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ആരുടെ അടുത്താണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്, ആരാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത് യൂണിവേഴ്സ് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അതാണ് പറയുന്നത്. എനിക്ക് നിങ്ങൾ ഓവർ ഇമോഷണൽ ആയിട്ട് എല്ലാവരും ചിലപ്പോൾ ഒരുപാട് മാപ്പ് കൊടുക്കുന്നുണ്ടാവും. തെറ്റ് ചെയ്യുന്നവരെ പോലും നിങ്ങൾ ക്ഷമിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടാവും. പക്ഷേ ചില സിറ്റുവേഷനിൽ നിങ്ങൾ മാറേണ്ടതുണ്ടാവും, ആ തീരുമാനം എടുക്കാൻ. ഓക്കെ, അതിനാണ് നമ്മൾ ബാലൻസ് വരുന്ന കാര്യം പറയുന്നത്. ആൻഡ് നിങ്ങളുടെ ലൈഫ് ആക്ടിങ് യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ വേണ്ടാത്തവരെ കട്ട് ചെയ്യാൻ നമുക്ക് യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യും. സ്ട്രേഞ്ചേഴ്സ് പോലും നിങ്ങളെ ഹാം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിന് ജസ്റ്റ് യൂണിവേഴ്സ് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കും. ആക്ഷൻ എടുത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ആരെങ്കിലും ഇപ്പോൾ നെഗറ്റീവായിട്ട് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുമായിരിക്കും. ഓക്കെ, അവരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത് കളയുമായിരിക്കും. ചിലവർക്ക് നിങ്ങൾ ആ ചില സിറ്റുവേഷൻ ഒന്ന് മാറണമായിരിക്കും. എന്ത് തന്നെയായാലും ശരി, യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, നിങ്ങൾ അവനവനെ അതിനാണ് പറയുന്നത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മൾ സ്ട്രോങ് ആവണം. ഓക്കെ, നമ്മൾ പക്ഷെ കർമ്മങ്ങൾ, അതായത് ഇപ്പം നമ്മൾ പറയും ഞാൻ ഒരു വ്യക്തിയുടെ കൂടെ അത്രയും കാലമായിട്ട് ഇരിക്കുന്നതാണ്, എങ്ങനെയാണ് അവരെ നമ്മൾ ഇതാക്കുക എന്ന് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, തെറ്റ് കാണുമ്പോൾ യെസ് അത് തെറ്റ് തന്നെയാണ്. ഓക്കെ, അവിടെ നമ്മൾ റിയാക്ട് ചെയ്തേ പറ്റൂ. സ്നേഹം കാര്യങ്ങളൊക്കെ മനസ്സിൽ കിടക്കുന്നതൊക്കെ ഒരു ഭാഗത്ത്, പക്ഷെ നമ്മൾ ചിലത് ചെയ്യേണ്ടത് ആക്ഷൻ എടുത്തേ പറ്റൂ എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് കൊണ്ടുവരിക. ഓക്കെ, എന്ന് വെച്ചാൽ അവരോട് നമ്മൾ ദേഷ്യപ്പെട്ട് വല്ലവരോടും നമ്മളെ ഹേർട്ട് ചെയ്യുന്നവരെ പോലും നമ്മൾ അവരുടെ അടുത്ത് മാറി നിൽക്കുക, അത്ര ചെയ്താൽ മതി. ഓക്കെ, അവർ നമ്മൾ തിരിച്ച് ഹേർട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളല്ല. സോറി, അത് കണ്ടോ ത്രോട്ടിൻ്റെ ഇഷ്യൂ, അതായത് നിങ്ങൾക്കത് പറയാൻ സാധിക്കുന്നില്ല എന്നാണ്. ഓക്കെ, നിങ്ങൾ ചിലത് കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് തുറന്ന് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയേണ്ട അവിടെ പറയുക. ആൻഡ് ആക്ഷൻ എടുത്ത് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അപ്പോൾ ഇതൊരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില വേണ്ടാത്ത ആൾക്കാരെ വെട്ടിമാറ്റും, ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നല്ലതല്ലാത്ത അങ്ങനെ വല്ലതും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന പ്രൊട്ടക്ഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, ആൻഡ് സർപ്രൈസ് ലെറ്റർ. ഓക്കെ, ഇതും പറയാം. യെസ്, ഇതും നെഗറ്റീവായിരുന്നു. ഇത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെ ഫാമിലിയിലെ ആവാം, ഇൻസൈഡ് ദ ഹൗസ് എന്നാണ് പറയുന്നത്. വീട്ടിലെ എന്ന് മാത്രമല്ല, ഈവൻ ജോലി സ്ഥലത്ത് എവിടെയായാലും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ ഒപ്പം നിന്ന് നിങ്ങളെ ചതിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അതായിരിക്കാം നമ്മളിവിടെ നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പോലും വേറെ ആരെങ്കിലും ചെയ്യുന്നതായിരിക്കും, പക്ഷെ അതിന് പോലും ചിലപ്പോൾ നിങ്ങൾ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വന്നേക്കാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ട് അവർ ആ കുറ്റം നിങ്ങളുടെ മേലെ ഇടുക, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് നടക്കുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ അത് മാറിപ്പോവും. ഓക്കെ, എലി പോലെയാണെന്നാ പറയുന്നത്. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളെ എന്താ പറയുക, നമ്മുടെ കൂടെ നിന്ന് നമ്മളെ പിന്നിൽ ചതിക്കാം എന്ന രീതിയിൽ അങ്ങനത്തെ ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമുണ്ട്. സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. യൂണിവേഴ്സ് വാർണിംഗ് തരുന്നുണ്ട്, ശ്രദ്ധിക്കാനേ. നിങ്ങളുടെ ബ്ലെസ്സിങ് ഇതാണ്. ദാറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അതിനുള്ള ആക്ഷൻ മേ ബി നിങ്ങൾ എടുക്കുന്നുണ്ടാവില്ല. യൂണിവേഴ്സായിട്ട് വെട്ടിമാറ്റി തരും, പക്ഷെ നമ്മളും ചിലത് ചെയ്യേണ്ടതുണ്ട് അല്ലേ. നിങ്ങൾക്കത് മനസ്സിലാവുമ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കട്ട് ഔട്ട് ചെയ്യാം. അങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ മാറി നിൽക്കാം. ഓക്കെ, ചിലവർ എനിവേ നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാ പറയുന്നത്. ജസ്റ്റിസ് നിങ്ങളുടെ അടുത്ത് നടക്കും. ആൻഡ് ഇവിടെ സർപ്രൈസ് ലെറ്റർ വരാം എന്ന് പറയുന്നുണ്ട്. ചിലവർക്ക് ഒരു ലെറ്റർ വരാം, നല്ലൊരു ന്യൂസ് അതിൻ്റെ ഒരു ലെറ്റർ. അതാണ് പറഞ്ഞ ജഡ്ജ്മെന്റ് കാര്യം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മേ ബി ലെറ്റർ എന്ന് പറയുമ്പോൾ റൊമാൻറ്റിക് ലെറ്റർ അങ്ങനത്തെ അല്ല, ചിലപ്പോൾ വല്ല ഗവൺമെന്റിന്റെ ലെറ്റർ ആയിരിക്കാം, ഓഫീസിന്റെ ലെറ്റർ ആയിരിക്കാം. ചിലവർക്ക് വല്ല കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, മേ ബി വല്ല കോർട്ട് കേസോ വല്ല നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായമായിട്ട് നിങ്ങൾ ജയിക്കാം. യെസ്, അതും പറയാം. കോർട്ട് കേസ് അങ്ങനത്തെ വല്ലതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റായിട്ട് അക്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, അതിൽ നിന്ന് നിങ്ങളെ യൂണിവേഴ്സായിട്ട് നിങ്ങളെ രക്ഷിക്കും എന്ന രീതിക്ക് പറയാം. ചിലവർക്ക് അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ ന്യായമായത് നിങ്ങൾ തെറ്റ് ചെയ്യാതെ പോലും നിങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കും എന്നൊക്കെ പറയാം. ഓക്കെ, ഒരു ലെറ്റർ വരാം എന്ന് പറയുന്നുണ്ട്. മേ ബി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആരെങ്കിലും അപ്പോളജി ലെറ്റർ ആയിരിക്കാം. ആരെങ്കിലും ആക്ച്വലി അതെവിടെയോ വായിച്ച പോലെ തോന്നി, ആരെങ്കിലും ഒരു അപ്പോളജി പറയുന്നതായിരിക്കാം, ആരെങ്കിലും അതായത് സോറി പറയുന്നതായിരിക്കാം വല്ലവരും.
ഓക്കെ. നിങ്ങളോട് തെറ്റ് ചെയ്ത ആരെങ്കിലും മേ ബി ഒരു സോറി പറഞ്ഞൊരു മെസ്സേജ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതയാണ്. എന്തായാലും ന്യായം നിങ്ങളുടെ പാർട്ടിക്ക് വരും. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, നല്ല ദിവസമായിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ബ്ലെസ്സിങ്സ് ഇതൊക്കെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ന്യായം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ അവനവനെ ഒന്ന് ബാലൻസ് ചെയ്യുക പക്ഷേ കേട്ടോ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ആക്ഷൻസ് നിങ്ങൾ എടുക്കും വേണം. പോസിറ്റീവായിട്ട് ലൈഫിൽ മുന്നോട്ട് പോവുക. ഫോക്കസ് വെച്ച് നിങ്ങളുടെ കാര്യത്തിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷേ ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്, ആരാണ് നിങ്ങളെ ചതിക്കുന്നത്, ചീറ്റ് ചെയ്യുന്നത്, എവിടുന്നാണ് നിങ്ങൾ, അങ്ങനെ കുറച്ച് മനസ്സിലാക്കി നിങ്ങൾ ആക്ഷൻ എടുക്കാനുണ്ട്. അന്യായം നിങ്ങളുടെ ഭാഗത്തേക്ക് തീർച്ചയായിട്ടും വരും. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.